നമസ്കാരം. പ്ലാസ്റ്റിക് മുക്ത കേരള പദ്ധതിയുടെ ഭാഗമായി CPIM വാളറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേര്യമംഗലം മുതൽ ദേവിയാർ വരെ ക്ലീനിംഗ് നടത്തി. ഇതിനോടനുബന്ധിച്ച് CPIM ബ്രാഞ്ച് തലം മുതൽ മാലിന്യങ്ങൾ സമാഹരിച്ച് സംസ്കരിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തികൾ നടത്തുന്നത്. ഈ മാസം 30-ാം തീയതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ക്ലീൻ കേരള പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ, ഏരിയ കമ്മിറ്റി അംഗം PP സാബു, ലോക്കൽ സെക്രട്ടറി MM ഷിജു, KSKT ഏരിയ ട്രഷറർ TL തോമസ്, കർഷക സംഘം വാളറ വില്ലേജ് സെക്രട്ടറി ജോൺസൺ മാത്യു, KM അശോകൻ, PM അബ്ദുൾ സലീം എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ഒരു സാമൂഹ്യ പ്രശ്നമായി, സാമൂഹ്യ വിപത്തായിട്ട് മാറിയിരിക്കുകയാണ് മാലിന്യം സംബന്ധിച്ച്. നമ്മുടെ കേരള സംസ്ഥാനം മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഒരു വലിയ പദ്ധതി തന്നെ ആവിഷ്കരിക്കുകയുണ്ടായി. ഇപ്പോൾ വലിയ മാലിന്യ കൂമ്പാരങ്ങൾ തന്നെ മാറ്റി അവിടെയെല്ലാം മനുഷ്യവാസമുള്ള സ്ഥലങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് CPIM പാർട്ടി ബ്രാഞ്ച് തലം മുതൽ മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് സംസ്കരിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുകയും ഇന്ന് അടിമാലി ഏരിയ കമ്മിറ്റിയിലെ മുഴുവൻ ലോക്കൽ കമ്മിറ്റികളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ മാലിന്യ സംസ്കരണം നടത്തുന്നതിന് വേണ്ടി ക്ലീൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ, പ്രവർത്തകരുടെയും. ഇവിടെ ഞങ്ങൾ ഈ മാർച്ച് മാസം 30-ാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സഖാവ് MP രാജേഷ് കേരളം മാലിന്യ വിമുക്തമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. ആ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് തലത്തിൽ പഞ്ചായത്തുകളും വാർഡ് തലങ്ങളിലും ക്ലീൻ കേരള എന്ന പദ്ധതി നടപ്പാക്കുന്നതോടൊപ്പം തന്നെ CPIMൻ്റെ കേരള സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രകാരം കേരളത്തിലെ 10,000-കണക്കിന് പാർട്ടി ബ്രാഞ്ചുകളിലും ലോക്കൽ കേന്ദ്രങ്ങളിലും പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ക്ലീനിങ് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് അടിമാലി ഏരിയ കമ്മിറ്റിയിൽ സംഘടിപ്പിക്കുന്ന ഈ ക്ലീനിങ് ഇവിടെ നേര്യമംഗലം മുതൽ ഞങ്ങൾ ദേവിയാർ വരെ നടത്തും. ഇരുമ്പുപാലം ടൗണ്, ഇരുമ്പുപാലം ലോക്കൽ കമ്മിറ്റിയും അടിമാലി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് TK ഷാജിയുടെ നേതൃത്വത്തിൽ അടിമാലി ബസ് സ്റ്റാൻഡും പരിസരങ്ങളും ഇന്ന് ക്ലീനാക്കുകയാണ്. അതുപോലെ കല്ലാറൂട്ടിയിലും കുഞ്ചുത്തണ്ണിയിലും കുരിശുപാറയിലും അതുപോലെ തോക്കുപാറയിലും മാങ്കുളത്തുമെല്ലാം പാർട്ടിയുടെ നേതൃത്വത്തിൽ ലോക്കൽ കേന്ദ്രങ്ങളിൽ ഈ 4 പഞ്ചായത്തുകളിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഇന്ന് ക്ലീനിങ് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അടിമാലി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ക്ലീനിങ് പദ്ധതി. ക്ലീൻ കേരള എന്ന പദ്ധതിയുടെ ഭാഗമായി പ്രത്യേകിച്ച് CPIMൻ്റെ കേരള സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഈ പദ്ധതി വൻ വിജയമാക്കുന്നതിന് വേണ്ടി പാർട്ടി പ്രവർത്തകർ, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സഖാവ് സാബു, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷിജു, കർഷകത്തൊഴിലാളി യൂണിയൻ്റെ ഏരിയ ട്രഷറർ സഖാവ് തോമസ് അടക്കമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് നേര്യമംഗലം പാലം മുതൽ ഇന്ന് ഇരുമ്പുപാലം വരെ ഞങ്ങൾ ക്ലീനിങ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ സംരംഭം ഒരു വൻ വിജയമാക്കാൻ എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് CPIMൻ്റെ പാർട്ടി ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും ഈ ക്ലീനിങ് പദ്ധതി പുനരാലോചിക്കുകയും അതിൻ്റെ ഭാഗമായി ഇത് ക്ലീൻ സിറ്റി എന്നല്ല ക്ലീൻ കേരള എന്ന പദ്ധതി പൂർണ്ണമായി അളവിൽ നടപ്പാക്കുന്നതിന് പാർട്ടി മുൻകൈയെടുക്കും. ഈ കാര്യത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നതിനെ പൂർവ്വം അഭ്യർത്ഥിക്കുന്നു.